വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗസ് വാട്ട്? അതെ, നമ്മള് ഒരു 8 മാസത്തെ ഗ്യാപ്പ് എടുത്തിട്ട് വീണ്ടും ഒന്ന് ഇന്ത്യക്ക് പോവുകയാണ്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോകാൻ യാതൊരു പ്ലാനും ഇല്ലാതിരുന്ന ഒരു പരിപാടിയാണ്. പെട്ടെന്നാണ് ഡിസൈഡ് ചെയ്തത് ഞാനും സാക്ഷിയും കൂടെ പോകുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പത്തെ പ്ലാന് വൈഗ ആൻഡ് ഏട്ടൻ നാട്ടിൽ പോകുന്നു, ഒരു 10 days കഴിഞ്ഞ് തിരിച്ചു വരുന്നു എന്നുള്ളതായിരുന്നു പ്ലാന്. പക്ഷെ പെട്ടെന്ന് നമ്മുടെ തീരുമാനങ്ങളൊക്കെ കുറച്ചൊന്ന് മാറി. ഞാനും സാക്ഷിയും കൂടെ ഇവരുടെ ഒപ്പം പോവുകയാണ്. ഇത് നല്ല ബുദ്ധിമുട്ടായിരിക്കും പോവാൻ, കാരണം അവളിപ്പോ നല്ല ആക്റ്റീവായിട്ട് നടക്കുന്ന ഒരു ഏജ് ആണ്. പക്ഷെ ബിഗ് സിസ്റ്റർ ഉണ്ട് ടേക്ക് കെയർ ചെയ്യാൻ. ഒരു 1 week വെക്കേഷന് വേണ്ടിയിട്ടാണ് ഇവിടെ നിന്ന് 34 മണിക്കൂർ യാത്ര ചെയ്ത് അവിടെ വരെ എത്തുന്നത്. പക്ഷേ 7 days അറ്റ്ലീസ്റ്റ് ഐ വിൽ ഗെറ്റ് സം ടൈം ടു ടേക്ക് റെസ്റ്റ് ഓർ ടേക്ക് കെയർ ഓഫ് മൈസെൽഫ്. അമ്മ പോയതിന് ശേഷം എനിക്ക് ഇതിനൊന്നും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, കാരണം ഭയങ്കര തിരക്കായിരുന്നു. അപ്പം അറ്റ്ലീസ്റ്റ് എനിക്ക് ആ ഒരു 1 week നന്നായിട്ട് പോയിട്ട് നല്ല ഉറക്കവും നല്ല ഭക്ഷണവും ഒക്കെ കിട്ടുക എന്നുള്ളതാണ് മെയിൻ ഗോള്. ഓക്കെ, അപ്പോൾ അതാണ് വിശേഷം. അപ്പം നമ്മൾ പോകുന്നതിൻ്റെ കുറച്ച് വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഷൂട്ട് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ. സാക്ഷി വീണ്ടും നാട്ടിലേക്ക് അല്ലേ സാക്ഷി? 1 വയസ്സാവുന്നതിന് മുമ്പ് തന്നെ 2 ഇന്ത്യൻ ട്രിപ്പ്. ഇത്തവണ മഹേഷ് ചേട്ടനായിരുന്നു ഞങ്ങളെ എയർപോർട്ടിലേക്ക് കൊണ്ടുപോയി വിട്ടിട്ടുണ്ടായിരുന്നത്. രാവിലെ തന്നെ മഹേഷ് ചേട്ടൻ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ പെട്ടികൾ ഓരോന്നായിട്ട് അകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ഹോസ്റ്റലിൽ നിന്ന് പെട്ടികളൊക്കെ ചെക്ക് ഇൻ ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ നാട്ടിലെത്തി ട്രിവാൻഡ്രത്തുനിന്ന് നമുക്ക് കളക്ട് ചെയ്താൽ മതിയാവും. അപ്പോൾ ഇവിടെയൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ, അമ്മേനെ ലാസ്റ്റ് ടൈം നാട്ടിലേക്ക് കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാണ് ഓർമ്മ. എപ്പോഴും ഈ എയർപോർട്ടിൽ വരുമ്പോൾ ഒരു ടെൻഷനാണ്. യാത്ര എപ്പോഴും എന്തുകൊണ്ടോ എനിക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ. ഇങ്ങനെ ഫ്ലൈറ്റിൽ കുറേ നേരം ഇരിക്കണം, എക്സ്പെഷ്യലി നാട്ടിലേക്ക് ഇന്ത്യയിലേക്ക് പോകുമ്പം എത്ര മണിക്കൂർ യാത്ര ചെയ്താലാ വല്ലാണ്ട് ടയേർഡാവും. ഈ ഫ്ലൈറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണിക്കുന്ന ഡിസ്പ്ലേ ബോർഡ് ഉണ്ടാവില്ലേ, ആ സ്ക്രീനിൽ നോക്കി ഒരിക്കലും എനിക്ക് ഒരു സ്ഥലങ്ങളുടെയും അല്ലെങ്കിൽ ഒരു ഫ്ലൈറ്റിൻ്റെയും സമയം കണ്ടുപിടിക്കാൻ പറ്റാറില്ല കേട്ടോ. എന്തുകൊണ്ടോ ഞാൻ നോക്കി പിടിച്ച് വരുമ്പോഴത്തേക്ക് സ്ക്രീൻ മാറിയിട്ടുണ്ടാവും. എൻ്റെ ഏറ്റവും വലിയ ടെൻഷനും അതാണ്. സാക്ഷി അച്ഛന് മുഖമൊക്കെ തുടച്ചു കൊടുത്തോണ്ടിരിക്കുന്നു. നമ്മളിപ്പോ ഏത് എയർപോർട്ടിലാ? അല്ല, ഏത് എയർപോർട്ട് എവിടെയാ? ഫിലാഡൽഫിയ. ഗ്ലാസ് പെയിന്റിങ് ചെയ്തിരിക്കുന്നുണ്ടോ, നല്ല ഭംഗിയുണ്ട്. ഈ വോളിനൊക്കെ ഒരു പെയിന്റ് സെപ്പറേറ്റ് അടിച്ചിട്ടുണ്ട്. ഓ നൈസ്, ലുക്ക് അറ്റ് ദാറ്റ് വോൾ ഗൈസ്, ലുക്ക് അറ്റ് ദിസ്. ഇത് പ്ലാസ്റ്റിക് കവറുകൾ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടാണ് അവരിത് ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ചെയേഴ്സ് ഒക്കെ കണ്ടോ, നല്ല ഭംഗിയുണ്ട്. ഇതെന്താ നോക്കട്ടെ, ഇതും പ്ലാസ്റ്റിക് ആവാനാണ് സാധ്യത. നോക്കട്ടെ. അല്ല, ഇത് യാൺ വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. യാൺ. നമ്മൾ ഓസ്റ്റിനിൽ നിന്ന് ഫിലാഡൽഫിയാണ് എത്തിയേക്കുന്നത്. അവിടെ നിന്ന് നമുക്ക് അടുത്ത ഫ്ലൈറ്റ് ഇനി ഒരു 2 മണിക്കൂറിൽ ഉണ്ട് കണക്ഷൻ ഫ്ലൈറ്റ്. ദോഹ, ഖത്തർ എയർലൈൻസിലാണ് നമ്മൾ പോകുന്നത്. ഇന്ന് ഫിലാഡൽഫിയിൽ നിന്ന് ദോഹ, ദോഹയിൽ നിന്ന് ട്രിവാൻഡ്രം. അതാണ് നമ്മുടെ റൂട്ട്. അത് ഓരോ ഷേപ്പിലാണ്. അത് ബേർഡ്സ്, അതിനുള്ളിലൊരു ഇത് ബേർഡ്സ് പറക്കുന്നതിന്റെ ഉള്ളിലൊരു ബേർഡ് ഉണ്ട്. ആ ഒരു ബേർഡിന്റെ ഷേപ്പിലാണത് വെച്ചിരിക്കണേ. കുറേ ബേർഡ്സിനെ ചേർത്ത് വെച്ച് വേറൊരു ബേർഡിന്റെ ഷേപ്പില് നല്ല ഭംഗിയുണ്ട് കാണാൻ. വൈക എന്താ പൊന്നെ ചെയ്യുന്നേ? ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന വൈക. സാക്ഷി ഇവിടെ ടോയ്സ് ഒക്കെ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നു.
ഈ സാക്ഷിനെ ഉടുപ്പൊക്കെ മാറ്റി കൈയൊക്കെ ഒന്ന് കഴുകിച്ച് കൊണ്ടുവരണം. മിസ്റ്റർ ശങ്കർ, എവിടെയൊക്കെ നമ്മൾക്ക് സ്റ്റോപ്പ് ഉണ്ടായിരുന്നോ അവിടെയെല്ലാം നമ്മൾ സാക്ഷിനെ കുറച്ച് നേരം നടക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറക്കി വിട്ടായിരുന്നു. അതായത് അവൾ ഇഴഞ്ഞ് നടക്കുന്നതാണ്. നമ്മൾ വൃത്തിയൊന്നും നോക്കാതെ കുറച്ച് അവളെ നടക്കാൻ വേണ്ടിയിട്ട് വിട്ടു. കാരണം ഒരുപാട് മണിക്കൂറുകൾ ഒറ്റ ഇരിപ്പിരിക്കുന്നത് കൊണ്ട് അതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അവളെ കൈയും കാലും മുഖമൊക്കെ നന്നായിട്ട് കഴിപ്പിച്ച് ഉടുപ്പൊക്കെ മാറ്റിയിട്ടേ അടുത്ത ഫ്ലൈറ്റിൽ കയറ്റുള്ളൂ. പക്ഷെ അവൾ ഇരുന്ന് ബോറടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് അവളെ ഇങ്ങനെ തറയിൽ കൂടെ വിടുന്നുണ്ടായിരുന്നു. ഞങ്ങളെ ഫ്ലൈറ്റിൽ കയറിയാൽ ഞങ്ങൾക്ക് 4 പേർക്ക് 4 സ്വഭാവമാണ്. ഏട്ടനാണെങ്കിൽ കയറും മുമ്പേ ഉറങ്ങിത്തുടങ്ങും. എനിക്കാണെങ്കിൽ ഒട്ടും ഉറങ്ങാൻ പറ്റാറില്ല. വൈകിക്ക് ഗെയിംസും മൂവീസും ഒക്കെ കണ്ടിരിക്കണം. സാക്ഷിയാണെങ്കിൽ ഒരു സെക്കൻഡ് അടങ്ങിയിരിക്കത്തുമില്ല. മിസ്റ്റർ ശങ്കർ, ഹേയ് ബേബി. ഈ ദോഹ എയർപോർട്ട് വളരെ വലിയ എയർപോർട്ടാണ് കേട്ടോ. ഒരുപാട് നടക്കാനുണ്ടാവും. അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ ട്രെയിനൊക്കെ എടുത്തിട്ടാണ് ഒരു ടെർമിനലിൽ നിന്ന് അടുത്തതിലേക്ക് പോകേണ്ടത്. ഇത്തവണ വൈക കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് വളരെ ഹെൽപ്പായിരുന്നു കേട്ടോ. അവൾ സാക്ഷിനെ എൻ്റർടൈൻ ചെയ്യുന്നതും അതേപോലെ തന്നെ ബാഗൊക്കെ പിടിക്കുന്നതിനും ഒക്കെ അവൾ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. Up, 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 up. ദോഹ എത്തി. ട്രിവാൻഡ്രത്തേക്കുള്ള ഫ്ലൈറ്റിൽ ബോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണേ. സാക്ഷി അതിനിടയ്ക്ക് മേലൊക്കെ ഒന്ന് കഴിച്ച് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി വൈകിട്ട് മുടിയൊക്കെ കെട്ടി മുഖമൊക്കെ കഴുകി നമ്മളെല്ലാവരും ഒന്ന് ഫ്രഷായിട്ട് റെഡി ആയിട്ടിരിക്കുക. ഇനിയിപ്പം നേരെ നാട്ടിലേക്കുള്ള ഫ്ലൈറ്റ്. ഫസ്റ്റ് ടൈമാണ് നമ്മൾ ട്രിവാൻഡ്രത്ത് വന്ന് ലാൻഡ് ചെയ്യുന്നത്. ഫസ്റ്റ് ടൈമാണ് ഞാനും കുട്ടികളും അല്ലേ ഇവിടെ വന്ന് ലാൻഡ് ചെയ്യുന്നത്. സാധാരണ എപ്പോഴും എറണാകുളത്ത് ഇറങ്ങാറില്ലേ. പക്ഷെ ഇവിടുന്ന് കയറിപ്പോയിട്ടുണ്ട് ഇതിനു മുമ്പ്. പക്ഷെ വന്നിറങ്ങുന്നത് ആദ്യമായിട്ടാണ്. അങ്ങനെ ട്രിവാൻഡ്രം എത്തി. നമ്മൾ പ്രീപെയ്ഡ് ടാക്സി എടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഇവിടെ ഇപ്പോൾ സമയം രാവിലെ 3:10 നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. അപ്പം ഞങ്ങൾ രാവിലെ കണിയായിട്ട് വീട്ടിലേക്ക് ചെല്ലാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇതാ ഇവിടെ ട്രിവാൻഡ്രത്ത് എയർപോർട്ടിലാണേ ഒരു കൊലുവൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ പ്രീപെയ്ഡ് ടാക്സി എടുത്തു. നമ്മുടെ ടാക്സി ചേട്ടൻ ഇതാ പോണു ലഗേജൊക്കെ ആയിട്ട്. നമുക്ക് അവിടെ ആരാ നോക്കിയ സാക്ഷി ഒന്നല്ലോ നടക്കുന്ന കണ്ടോ. അതാരാ ദീപു എവിടെ? ആദ്യം എവിടെ? Go, 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 go. Go. Aika, go. അതെവിടെ? രാവിലെ സമയം എത്രയായിട്ട്? 4 മണി. 4 മണിയായിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഇരുട്ടാ എവിടേക്ക്. വീടെത്തി വീടെത്തി.
അങ്ങനെ ഇതാ വീട്ടിലെത്തി. എത്ര മണിക്കൂറായി? 2 ദിവസത്തെ യാത്രയായിരുന്നു. 32 അല്ലെങ്കിൽ 34 hours ഉണ്ട് മൊത്തം വീട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടെ വീട്ടിൽ വന്ന് കയറാനുള്ള സമയം. അത്രയും നേരത്തെ യാത്ര കഴിഞ്ഞിട്ട് വീട്ടിലെത്തി. 38 മണിക്കൂർ കഴിഞ്ഞു. അങ്ങനെ വീട്ടിലെത്തി. ഇതാണ് നമ്മുടെ വീട്. വൈക നാട്ടിലെത്തി. ഇവിടെ ജോലിയിൽ കയറിയിട്ടുണ്ട്. വൈക എന്താ ചെയ്യണേ? അമ്മയുടെ ചെടിക്കൊക്കെ വൈക വെള്ളം ഒഴിച്ചോണ്ടിരിക്കുക. അത് ലീക്ക് ഉണ്ടടാ, ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട് അവിടെ ഇവിടെയൊക്കെ. ഇത് നമ്മളന്ന് ഈ വീട് പണിത സമയത്ത്, ആ കയറി താമസത്തിന്റെ സമയത്ത് നമ്മള് കൊണ്ടുവന്ന് വെച്ചതാ ചെമ്പകം. ഇതെന്താമേ? പിച്ചി. ഇത് നിറച്ചു പൂക്കും ഈ സാധനം. ഇതെല്ലാം നമ്മൾ പണ്ട് താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് പറിച്ച് നട്ടതാണ്. പക്ഷെ നന്നായിട്ട് വളർന്നു. ഇതാകെ ഇങ്ങനെ ഒരു ചെറിയൊരു കെട്ടാണ്. ഒരു ചെറിയൊരു കെട്ടിനുള്ളിലാണ് ഇത് വെച്ചേക്കുന്നത്. നിറച്ച് പൂവുണ്ട്. അത് ഇതിൽ മുട്ടുണ്ട്. മുട്ടായിട്ടുണ്ട്. ഇതൊക്കെയാണ് മുട്ട് വിരിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയായിരുന്നു നാട്ടിലേക്കുള്ള ഞങ്ങളുടെ യാത്രാവിശേഷങ്ങൾ. നാട്ടിലെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നതുവരെ ബൈ.